എന്നിട്ടാ അമ്മനോട് ഇതിപ്പൊ പറയണോ? പിന്നെ അമ്മനോട് ഇപ്പൊ പറയാണ്ട് പിന്നെ ഇത് എപ്പോ പറയാനാണ്? പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതൊന്നും വേണ്ട, നമുക്ക് കയ്യോടെ പറയാ. ഇതറിയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷവും. ഒന്നാമത് നമുക്ക് ഇപ്പൊ എന്നോട് ദേഷ്യമാണ്. ഇനി ഇതും കൂടി ആയിക്കഴിഞ്ഞാല് ചിലപ്പോ നമുക്ക് ദേഷ്യം ഒന്നും കൂടി കൂടെ ഉള്ളൂ. പിന്നെ അതൊക്കെ നിന്റെ തോന്നലാണ്. നീ നോക്കിക്കോ, ഇതറിയുമ്പില്ലേ നിന്നോടുള്ള ദേഷ്യം എല്ലാം മാറി നിന്നെ പിന്നെ അമ്മ സ്നേഹിക്കും. ഞാൻ പറയണാണ്, നോക്കിക്കോ. മാറിയാ മതിയായിരുന്നു. നീ വാ. ചേട്ടൻ പറഞ്ഞോണോട്ടാ. ഞാൻ പറയാം. വാ. അമ്മേ, അമ്മേ. എന്താണ് വിളിച്ചു പോവണത്? അല്ല, എന്തു പറഞ്ഞു ഡോക്ടർ? ആ ബീഫ് ഇന്നലെ തിന്നപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു വയറ്റിലൊന്നും പിടിച്ചിട്ടില്ലെന്ന്. അതൊന്നും തിന്ന് ശീലമില്ലല്ല. എന്റെ അമ്മേ, ഇതൊന്നുമല്ല. പിന്നെ അമ്മ അവക്ക് വിശേഷം ഉണ്ടെന്ന്. അമ്മ അച്ചാമ്മയാവാൻ പോണ്. നല്ല കാര്യം. അതേമേ, ഇതറിഞ്ഞപ്പോ എനിക്കുണ്ടായ സന്തോഷമില്ലേ, തുള്ളിച്ചാടാന്ന് തീർന്ന്. ഞാനേ കടയിൽ പോയി കുറച്ച് ലഡുവും ജിലേബിയൊക്കെ മേടിക്കാം, നമുക്ക് അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കാം. പിന്നെ കുറച്ച് പായസം വെക്കാനുള്ള സാധനം മേടിക്കാം. അമ്മ ഒരു പായസം വെക്ക്. നമുക്ക് മധുരമൊക്കെ കഴിച്ചില്ലേ, ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷിക്കണം. ഞാൻ വേറെ പോയി റെഡി ആയിട്ട് ഒറ്റ. ഓ, അവളുടെ ഒരു ഗർഭം ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നടി. കല്യാണം കഴിഞ്ഞ് 2 മാസമല്ലേ ഉള്ളൂ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കിയാ പോരായിരുന്നാ? എന്റെ അമ്മ, എന്താണ് മമ്മ ഇങ്ങനെ പറയണത്? ഇതൊക്കെ ദൈവം തന്നതല്ലേ. നമ്മൾ തീരുമാനിക്കണ പോലെയാണ് എല്ലാ കാര്യങ്ങളും നടക്കണത്. പിന്നെ ദൈവം തന്നത് ഇത് നീ മനഃപൂർവ്വം ചെയ്തല്ലേടി എന്റെ മന തളച്ചിടാനായിട്ട്. ഇനി പിന്നെ അവന് നിന്റെ വരച്ച വരയിൽ അവൻ അങ്ങോട്ട് കടക്കൂലല്ല. 10 പൈസ സ്ത്രീധനം അല്ലാണ്ട് കേറി വന്നേക്കണ് എന്റെ മോനെ കയ്യും കാലും കാണിച്ചിട്ട്. ഇനിയിപ്പോ ഗർഭിണി ആയല്ല, ഒരു കൊച്ചും കൂടി ആയി. പിന്നെ ഇവിടെ കൊച്ചമ്മയിട്ട് വാഴാല. പിന്നെ ഞാൻ വാഴിക്കാടി വെച്ചിട്ടുണ്ടടിഞ്ഞേ. ഞാൻ ജോലിക്ക് പോണോ? ലീവാക്കട്ടെ? എന്തിന്? നീ കുറെ ഛർദിക്കുകയൊക്കെ ചെയ്തില്ലേ. ഞാനിങ്ങനെ ജോലിക്ക് പോയിരുന്നിട്ട് എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയാൻ ലീവാക്ക. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. സത്യമായിട്ട് കുഴപ്പമുണ്ടാവും. എനിക്കിപ്പോ ഒരു കുഴപ്പവുമില്ല. ചേട്ടൻ പോവാൻ നോക്കിയ സമയം പോണ്. അതുമല്ല, ഇന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് ലീവ് എടുക്കാനുള്ളതാണ്. വെറുതെ ലീവ് ഒന്നും തീർക്കണ്ട. ഓ, ഇവന്റെ പറച്ചില് കേട്ടാല് ലോകത്തിലെ ആദ്യത്തെ ഗർഭിണി ഇവളെന്നാണ്. എടാ ചെറുക്ക, ഗർഭം വന്നാലില്ലേ എല്ലാ പെണ്ണുങ്ങളും ഛർദിക്കും. അല്ലാണ്ട് ജോലിക്ക് പോവാണ്ട് ലീവ് എടുത്തിരിക്കാൻ നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? എന്റെ അമ്മേ, ഇത് അതുകൊണ്ടൊന്നുമല്ല. ഇന്ന് നേരം വെളുത്തിട്ട് 3-4 പ്രാവശ്യം അവള് ഛർദിച്ച് പിന്നെ തലകറക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്, ഇനി ഞാൻ ജോലിക്ക് പോകാൻ ലീവ് എടുക്കട്ടെ എന്ന്. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ വെറുതെ അവളെ കുറ്റപ്പെടുത്തുന്നട്ടാ. ഓ, ഞാൻ കുറ്റപ്പെടുത്താനും പറയാനും ഒന്നും മഞ്ഞില്ലേ. ഇനിയിപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും നീ ഉണ്ടല്ല അവക്ക് സപ്പോർട്ട് ചെയ്യാനും താങ്ങി നിർത്താനുമായിട്ട്. അവളെ സപ്പോർട്ട് ചെയ്തും താങ്ങി നിന്നല്ലേ പറ്റുമോ? സ്വന്തം ഇഷ്ടപ്രകാരം വിളിച്ചോണ്ട് വന്നാലേ നമുക്കൊന്നും ഒരു വിലയില്ല. പറഞ്ഞിട്ട് എന്തിനാ? എന്റെ അമ്മേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്ത് കേട്ടാ. ഞാൻ ജോലിക്ക് പോവാണ്. ഞാൻ മാളു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ പഠിക്കലേട്ടാ. ഏട്ടാ എന്നാ ശരി, ഞാൻ ഇറങ്ങണം. ഇപ്പൊ എന്നെ നീ ഛർദിയും തലർക്കൊന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കന്റെ ജോലിയിൽ നിന്നും മോതിരിക്കൊന്നും പറയലേട്ടാ. അതിന് അത്രയും പഠിച്ചു കിട്ടിയ ജോലിയാണ്. അവള് അതെ ഗർഭിണി ആകുമ്പോഴേക്ക് ഛർദി ഉണ്ടാവും, തലർക്കം ഉണ്ടാവും. എനിക്കൊക്കെ എത്ര പ്രാവശ്യം ഛർദിയും തലർക്കം ഉണ്ടായതെന്നറിയോ? അവള് ആ ചെറുക്കനെ ജോലിക്ക് വിടാണ്ട് നിൽക്കണു. വേറെ പണിയെടുക്ക് പെണ്ണെ. ഇവിടെ പണി കഴിഞ്ഞില്ല ഇത്ര നേരിട്ട്. എന്തെടുക്കണമെന്നാവോ? ഡീ, നിന്റെ പണിയൊന്നും കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും. ആവിലിന്റെ കഷ്ണം കൂടെ ഒന്ന് വേവിച്ചാ മതി. ഇനി എപ്പോഴാണ് കഴിക്കാനാണത്? ഉച്ചത്തേക്കുള്ള ആഹാരം ഇനി വൈകുന്നേരമാണ് കഴിക്കേണ്ടത്. അമ്മേ, എനിക്ക് ഒട്ടും പറ്റണില്ല അമ്മേ. അടുക്കളയിൽ നിന്നിട്ടേ ആ വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ലൊന്നും പറ്റണില്ല. ഛർദിക്കാൻ വന്നമ്മേ. ഓരോ തവണ പോയി ഛർദിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് വെളുത്തുള്ളി ഇടണ്ടെന്നാണ് പറയണേ? അതൊന്നും വേണ്ടാമേ, നമുക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും. അതെ, എനിക്ക് ഇത്ര ഗ്യാസിന്റെ പ്രശ്നമുള്ളതാണ്. എനിക്ക് വെളുത്തുള്ളി ഇല്ലാണ്ട് ഫുഡൊന്നും ഇറങ്ങില്ല. നിനക്കറിയില്ലേ? വെളുത്തുള്ളി ഇട്ട് എന്റെ കറി വെച്ചാ മതി. എന്റെ മോനെ കയ്യും കാലും കാണിച്ച് കയറി വന്നതല്ലേ, അപ്പൊ ഇതൊക്കെ അനുഭവിക്ക്. ആരെങ്കിലും പറഞ്ഞു ഇത്രോട്ടൊന്ന് ഗർഭിണിയാവാൻ? ഞാൻ പറഞ്ഞൊന്നുമില്ലല്ല. പെട്ടെന്ന് ആയതല്ലേ, അനുഭവിക്ക്. പോയി ഉണ്ടാക്ക് പെട്ടെന്ന്. അമ്മ
എനിക്ക് കടയിൽ പോട്ടെ അത് ഈ അച്ചാർ മേടിച്ചോണ്ട് വരോ? അച്ചാറാ? കഞ്ഞി കുടിക്കാനായിട്ടാണ് അമ്മേ. അയ്യോ, ഈ പൊരിഞ്ഞ വെയിലത്ത് ഞാൻ അച്ചാറ് മേടിക്കാൻ പോണു. ഇപ്പൊ അത് കൂട്ടി തിന്നാലും കൊച്ചമ്മക്ക് ഇറങ്ങുള്ളൂ. ഇവിടത്തെ കറികൾ വെക്കണം പറ്റണില്ല അമ്മ. ഞാൻ പറഞ്ഞില്ല എനിക്ക് വെളുത്തുള്ളിയുടെ സ്മെല്ലൊന്നും പിടിക്കണില്ലാന്ന്. എനിക്ക് കഴിക്കണമെങ്കിൽ അച്ചാറൊരെണ്ണം മേടിച്ചോണ്ട് വരോ? മേടിക്കണല്ല മോളെ, കഴിക്കണ്ട. ആണെങ്കിൽ ആ കഞ്ഞളെടുത്ത് കുടിക്ക്. അതും പറ്റില്ലെങ്കിൽ പട്ടിണി കിടക്ക്. അനുഭവിക്കടി നീ. ഇവിടെ വന്നതല്ലേ, അനുഭവിക്ക്. എന്താന്നാവോ കാലൊക്കെ ഭയങ്കര മരവെള്ളം കട്ടായിരിക്കണ പോലെ. ഇതിലൊന്നും ഇരിക്കണ്ടായാലും കൊച്ചമ്മ സൂചിച്ചങ്ങോട്ട് ഇരിക്കണേണ്. കാണിച്ചരടി. എനിക്ക് ചായ എടുത്തേ. അല്ല അമ്മേ, അമ്മ ചായ കുടിക്കുന്ന സമയമോ ഇല്ലല്ലോ. എല്ലാ ദിവസവും 4 മണിയൊക്കെ ആകുമ്പോഴല്ലേ അമ്മ ചായ കുടിക്കണത്. ഇപ്പൊ 3 മണിയല്ലേ ആയിട്ടുള്ളൂ. ഞാനൊന്ന് ഇത്തിരി ഇരിക്കട്ടെ അമ്മേ. ആഹാ, എന്റെ ചായ എടുക്കുന്ന സമയം നീ എന്തിനാണ് പറയണത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ എനിക്ക് ചായ വേണം. പോയി തിളപ്പിച്ചേ. അധികം വർത്താനം നീ പറയാൻ നിൽക്കൊന്നും വേണ്ട. എന്തിനാണമ്മേ ഇത്ര നേരം ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. അടുക്കളയിലെ എല്ലാ പാത്രങ്ങളും എല്ലാം വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കും ഈ സമയം നേരം ഞാനൊന്ന് ഇരിക്കട്ടെ അമ്മേ. നീ എന്താ വിചാരിച്ചത്? ഇവിടെ അങ്ങോട്ട് സുഖിച്ചങ്ങോട്ട് വാഴാന്നാ? അതൊന്നും ഇവിടെ പറ്റുമൊന്നുമില്ല. എന്റെ മോന് എന്തോരം കല്യാണാലോചനകൾ വന്നതാണ്. എന്തോ ഒരു സ്ത്രീധനം തരാന്ന് പറഞ്ഞ് എത്ര പേര് വന്നതാണ്. അതൊക്കെ എനിക്ക് വന്നെങ്കിൽ ഞാനിപ്പോ എന്തായാനെ, എന്തൊക്കെ ഇട്ട് നടന്നാനെ ഇവിടെ. വന്ന് കേറിയത് കണ്ടില്ലേ, മൂഷാട്ട. അവള് ജനിച്ചപ്പോ തന്നെ അവളുടെ തള്ള ചത്തുപോയി. അതെങ്ങനെ? ഇതിന്റെ ശാപമാണ്. വീട്ടുകാരെ പറഞ്ഞാ മതിയല്ല. എന്റെ അമ്മേ, അമ്മടെ മോനെ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ഞാനല്ലേ. അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്റെ വീട്ടുകാരിങ്ങനെ പറയണ എന്തിനാണ്? അവരെന്ത് തെറ്റാണ് അമ്മനോട് ചെയ്തത്? ഞാൻ പറയും, നിന്റെ വീട്ടുകാരെ നിന്റെ എല്ലാവരും ഞാൻ പറയും. മര്യാദക്ക് പോയി ചായ കളിപ്പിച്ചിട്ടുണ്ടാ. അങ്ങനെ സൂഹിക്കണ്ട. നമുക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടിയാ പോലെ. ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെ നീ ഇപ്പൊ സൂഹിക്കണ്ടടി. നിന്നെ ഞാൻ ഇവിടെ ഇരുത്താം. ഒരു ഗർഭം. നീ എന്ത് ചെയ്യാൻ പോണ്? അമ്മയല്ലേ പറഞ്ഞത് ഇവിടെ തുടയ്ക്കാൻ. ഞാൻ തുടയ്ക്കാൻ പോണ്. തുടക്കിലൊക്കെ പിന്നെ ആവട്ടെ. വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടില്ലേ? അതേ അലക്കി കഴിഞ്ഞിട്ടുണ്ട്, അത് വിരിച്ചിട്. അമ്മ ഞാൻ സ്റ്റെപ്പൊക്കെ കയറി പോണ്ടേ? അമ്മ ചെന്നതൊന്ന് വിരിച്ചിടമ്മേ. അതിത്ര മലമറിക്കണ പണിയാണാ? കല്ലിലൊന്നും അല്ലല്ലോ ചെയ്യണത്, മെഷീനല്ലേ ചെയ്യണത്. അതങ്ങോട്ട് വിരിച്ചിട്ടാ പോരെ? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് തുടച്ചിട്ടാ മതി. അമ്മ എന്തെങ്കിലും ഒന്ന് അമ്മ ചെയ്യമ്മേ, അല്ലെ ഞാൻ പോയി തുണി വിരിക്കാം. അമ്മ ഇവിടേക്ക് ഒന്ന് തുടക്കി. അതെ, ഗർഭിണി ആയാലേ പണിയെടുക്കണമെന്ന് അറിയില്ലേ മോക്ക്? ആഞ്ഞ് പണിയെടുക്ക്. പോയി ഇരിക്കടി പെണ്ണെ. ഞാൻ തുണി വിരിച്ചു വരാം. അപ്പത്തേക്ക് അമ്മ ഇതൊന്ന് തുടച്ച് എന്നെ ഒന്ന് സഹായിക്കമ്മേ. ഞാനേ തുടക്കില്ല, നീ തന്നെ തുടക്കണം. പോ, അധികം നീ കൊണ്ടുകൊണ്ടു പറയാൻ നിക്കണ്ട, ചെല്ലി. പറയണ കേട്ടില്ലേ? ഞാൻ തുടക്കണം. ഇവിടത്തെ ജോലിയൊക്കെ ചെയ്യണം. തുടക്കാം, ചെയ്തു തരാടി ഞാൻ. എന്റെ തുടക്കലേ ഇങ്ങനെയാണ്. നീ തലടിച്ച് വീണോടി. അവിടെ കിടക്കട്ടെ. ഇനി മേലെ അവൾ എന്നോട് തുടക്കാൻ പറയരുത്. മണ്ണുണ്ടല്ല, അവളെ വീണ് കഴിഞ്ഞാലേ ആൾക്കാര് സൗണ്ട് വെക്കും. അതുകൊണ്ടേ ടിവിയുടെ ഓളിയം കൂട്ടാതാ നല്ലത്. ഈ അമ്മ എന്താണ് ടിവി തുറച്ച് വെച്ചേക്കണ? ടിവി ഇടൂടെ? അയ്യോ അമ്മേ, കട്ടക്കട്ടി ഒരുമ്പട്ടവളെ. അമ്മേ ഒന്ന് വന്നേ, എന്നൊന്ന് പിടിച്ചമ്മേ. എനിക്ക് എഴുന്നേക്കാൻ പറ്റണില്ല അമ്മേ. അമ്മേ
അമ്മേ എന്നൊന്ന് പിടിക്കമ്മേ, എനിക്ക് വയറുവേദന. അമ്മേ അവിടെ കിടക്കടി, നീ വേദന എടുത്ത് ചപ്പാൻ എനിക്കൊരു കുമ്പുമില്ല. മാളു, മാളു, മാളു. അമ്മ എന്നണ്ടല്ല, എന്താ ചെയ്യാ? ഹോമിക്കളയും അതാ നല്ലത്. മാളേ, അയ്യോ മാളു, മാളു, എടാ കുട്ടി, മാളു, മാളു, അമ്മേ. എന്താടാ? അയ്യോ, എന്തു പറ്റി കൊച്ചിനി? അമ്മ കണ്ടില്ലേ ഇവിടെ വീണ് കിടക്കണത്? അമ്മ ഇത്ര പേര് കൊടുത്തേ. അയ്യോ, അമ്മ കണ്ടില്ല, അമ്മ ഉറങ്ങിപ്പോയി. ഇപ്പൊ എടുക്കാം. പണിയാവോ ഇപ്പിന് ഇവിടെ നിന്ന് കയറി വന്നാവോ? മാളു, മാളു, എന്നിട്ട് 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 അവിടെ വീണതാണ്. എന്റെ അമ്മ, അമ്മ എന്നിട്ട് കണ്ടില്ല ഇവിടെ വീണത്? ഇല്ല മോനെ, അമ്മ കണ്ടില്ല. അമ്മ ടി വി കണ്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അയ്യോ, എന്റെ കൊച്ചു കിടക്കണണ്ടില്ലേ? ഇല്ല, അമ്മ നോണ പറയാനാണ്. ഞാൻ വീണിട്ട് വിളിച്ചിട്ട് പോലും അമ്മ ഒന്നും വന്നില്ല. അമ്മേ, അമ്മ ഇത്രയും ദുഷ്ടത്തിയാണ്. ഇവിടെ വയറ്റിന് മാറുന്നത് എന്റെ കുഞ്ഞല്ലേ അമ്മ. ആ ഒരു ചിന്ത പോലെ അമ്മക്കില്ലേ? ഓ, നിങ്ങളെല്ലാം ഞാൻ അമ്മയെന്ന് വിളിച്ചിരുന്നത്. എനിക്ക് ആശുപത്രി പോവാ. വാ വാ, എനിക്ക് പേടിക്കണ്ട, നമുക്ക് ആശുപത്രി പോവാ. നീയേ ആശുപത്രി കൊണ്ടുപോയിട്ടൊന്നേ ഒരു കാര്യമില്ല. ഇതോടുകൂടി അവിടെ വയറ്റിലുള്ളതേ തീർന്നാണ്. അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അമ്മ അച്ഛനും. പിന്നെ ആ വീട്ടിലേക്ക് ഇത്രയും നാളായിട്ടും ഞങ്ങൾ പോയിട്ടില്ല. ഓ, ഇത്രയും ദുഷ്ടത്തിയായിരുന്ന അമ്മയുടെ അമ്മായിയമ്മ? ദുഷ്ടത്തിയായിരുന്ന ഞാൻ അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല. അതോടെ ഞാൻ മനസ്സിലൊരു കാര്യം തീരുമാനിച്ച്, എനിക്കൊരു മരുമോള് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ സ്വന്തം മോളായിട്ടേ കാണുള്ളൂ. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരമ്മന. പക്ഷെ എനിക്കവിടെ അമ്മനെ കിട്ടിയില്ല. പകരം കിട്ടിയത് ഒരമ്മായി അമ്മനെയാണ്. മോളും ഈ വീട്ടിലേക്ക് കയറി വന്നപ്പ ഒരമ്മനെ ആഗ്രഹിച്ചോണ്ടല്ലേ കയറിയത്. മോള് ധൈര്യമായിട്ടിരുന്നു. മോക്ക് എന്നും ഞാനൊരമ്മയിരിക്കുള്ളൂ. അതുപോലെ ദേ ഇപ്പൊ ഒരാളല്ലട്ടാ, 2 പേരുണ്ട്. അപ്പൊ എന്തെങ്കിലും ആഗ്രഹങ്ങളാ കൊതിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മോളെ അമ്മനോട് പറയണോട്ടാ. അമ്മനെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ അമ്മ അത് ചെയ്തു തരും. അതിലിതേ അമ്മക്ക് സന്തോഷമുള്ളൂ. മോളുടെ വയറ്റിൽ വളരണതേ എന്റെ പേരക്കുട്ടിയാണ്, എന്റെ മോന്റെ കുഞ്ഞ്. ആ കുഞ്ഞ് വീട്ടിലേക്ക് ജനിക്കുമ്പോഴല്ലേ എല്ലാ സന്തോഷത്തോടും സൗകര്യത്തോടും വേണം ജനിക്കാനായിട്ട്. അപ്പൊ ദേ മോക്ക് എന്തുണ്ടെങ്കിലും അമ്മനോട് പറയണോട്ടാ. പറയാമേ. എന്നാ മോള് റെസ്റ്റ് എടുത്തോ. അമ്മ പോയേ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം. പല കുടുംബങ്ങൾക്കിടയിലും ഇന്നും ആരും കാണാതെ പോകുന്ന കണ്ണീരുകളുണ്ട്. അമ്മായിയമ്മ മരുമകൾ പോരുകൾക്കിടയിൽ നഷ്ടപ്പെടുന്നത് ഒരു കുടുംബത്തിൻ്റെ സന്തോഷമാണ്. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന മുറിവുകൾ അവരൊരിക്കലും മറക്കില്ല. താൻ അനുഭവിച്ച ദുരിതങ്ങൾ തൻ്റെ മരുമകൾക്കും നൽകണോ, അതോ ആ തിന്മയുടെ ചങ്ങല ഇവിടെ വെച്ച് പൊട്ടിച്ചെറിയണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു നല്ല അമ്മായിയമ്മ എങ്ങനെയായിരിക്കണം? ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.